തമിഴ്നാട്ടിൽ വിജയ് അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. വിജയ് വലിയ പെർഫോമൻസാണ് അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കാഴ്ചവെച്ചത്. വലിയ റീലുകളാക്കിയും അതുപോലെ തന്നെ പ്രേക്ഷകരെയും ഒക്കെ തൃപ്തിപ്പെടുത്തുന്ന ഒരു പെർഫോമൻസ് ആണ് എന്നുള്ളത് പറയാതെ വയ്യ. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നടൻ വിജയ് കഴിഞ്ഞ ദിവസം CPM-ൻ്റെയും CPI-യുടെയും ഒക്കെ ഇടതുപക്ഷ സ്ഥാനത്തിൻ്റെ പാർട്ടികളുടെയൊക്കെ ഓഫീസുകളൊക്കെ തന്നെ അദ്ദേഹം സന്ദർശിച്ചു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിനിപ്പോൾ 108 പേരുടെ പിന്തുണയാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ചില ചെറിയ പാർട്ടികൾ കൂടി അദ്ദേഹത്തെ പിന്തുണക്കാൻ തീരുമാനിച്ചു. 108-ൽ നിന്ന് 5 എണ്ണം പിന്തുണച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 5 സീറ്റുകളുണ്ട്, അവർ ഉറപ്പായിട്ടും അദ്ദേഹത്തെ പിന്തുണക്കാൻ തീരുമാനിച്ചു. പിന്നെ അടുത്തത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്, അതിന് 2 സീറ്റുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അതായത് CPI-ക്ക് 2 സീറ്റുണ്ട്. CPM-ന് 2 സീറ്റുണ്ട്. കൂടാതെ VCK എന്ന് പറയുന്നൊരു പാർട്ടിക്ക് 2 സീറ്റുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സീറ്റുകളൊക്കെ കൂടി കൂട്ടിച്ചേർത്ത് വെച്ചിട്ടാണ് 120 സീറ്റുകളിലേക്ക് വിജയ് എത്തിയത്. അങ്ങനെ വിജയ് ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത്. വിജയ് വലിയ സമ്മർദ്ദത്തിൽ കൂടിയായിരുന്നു. കാരണം AIDMKയും അതുപോലെ DMKയും തമ്മിൽ തന്നെ ഒരു സഖ്യമുണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്നൊക്കെ കേട്ടപ്പോൾ വലിയ സമ്മർദ്ദം വിജയ് നേരിടേണ്ടി വന്നു. ഏറ്റവും ഒടുവിൽ DMKയുടെ സഖ്യകക്ഷികളായിരുന്നു CPI-യും IUML-ഉം CPM-ഉം അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ തന്നെ. പക്ഷേ അവർ ഏറ്റവും ഒടുവിൽ MK സ്റ്റാലിനുമായി ചർച്ച നടത്തിക്കൊണ്ട് തന്നെ, എനിക്ക് തോന്നുന്ന സ്റ്റാലിൻ തന്നെ സമ്മതിച്ചിട്ടുണ്ടാവും, ഭരണത്തിലൊരു പിടിയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെ അവരുടെ കൂടി അനുവാദത്തോടു കൂടി ഈ കക്ഷികളെല്ലാം അപ്പുറത്തേക്ക് പോയി ജോയിൻ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത്, ആകെ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാൻ പോകുന്നത് നിങ്ങളറിയണം, അത് കോൺഗ്രസ് മാത്രമാണ്. അതേസമയം മുസ്ലിം ലീഗ് അതുപോലെ തന്നെ നമുക്ക് മുസ്ലിം ലീഗ് അവിടെ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കേണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ട്, എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ മുസ്ലിം ലീഗൊക്കെ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ പോലും ഭരിക്കാൻ പോകുന്ന ഒരു പാർട്ടിയാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ഇന്ത്യയിൽ എവിടെയും ഭരണമില്ലാഞ്ഞിട്ട് പോലും CPM-ഉം CPI-യും ഒക്കെ തന്നെ, പ്രത്യേകിച്ച് വിശിഷ്യ CPM ഒക്കെ തന്നെ വേണമെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം കിട്ടുമായിരുന്നിട്ട് പോലും അത് വേണ്ട എന്ന് വെച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ അധികാരത്തോടോ പണത്തോടോ ഒന്നും മോഹമില്ലാതെ അവർ മാറി നിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും, ഒരുപക്ഷെ ജ്യോതി ബസുവിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ ഒരു അവസരം കിട്ടിയിട്ട് പോലും 60-ലധികം സീറ്റുകൾ ഒരു കാലത്ത് മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിനെ പിന്തുണച്ചിരുന്ന ഇടതുപക്ഷങ്ങൾക്ക് ഉണ്ടായിട്ട് പോലും ഗവൺമെൻറ്റിൽ പങ്കാളികളാകാനോ അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം ചോദിക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല എന്ന് പറയുന്ന ചരിത്രം നിങ്ങളാരും മറന്നു പോകരുത്. ആ ചരിത്രത്തിൻ്റെ ഒരു തനിയാവർത്തനമാണ് യഥാർത്ഥത്തിൽ ഇത്തവണ വലിയൊരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. കാരണം 2 സീറ്റുകളാണ്, അല്ലെങ്കിൽ CPI-ക്കും കൂടി കൂട്ടി 4 സീറ്റുകളാണ് ഉള്ളതെങ്കിൽ പോലും ആ 4 സീറ്റുകൾ നടൻ വിജയനെ സംബന്ധിച്ചും TVKയെ സംബന്ധിച്ചും ഒക്കെ തന്നെ വളരെ നിർണായകമായിരുന്നിട്ടും ആ 4 സീറ്റുകളിൽ വലിയ വിലപേശലുകളൊന്നും നിൽക്കാതെ യഥാർത്ഥത്തിൽ അവർ സ്വമേധയാ ഒരു തരത്തിലുള്ള കണ്ടീഷനും ഇല്ലാതെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, CPM കൂടി ഏതാണ്ട് തമിഴ്നാട്ടിൽ ഭരണത്തിൻ്റെ ഭാഗമാകുന്നു, CPM-ഉം CPI-യും അതുപോലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും എന്നൊക്കെയാണെങ്കിൽ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കോൺഗ്രസ് ഇതിൽ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവർക്ക് 5 സീറ്റുകളുണ്ട്, അതിൽ 2 മന്ത്രിമാരെയും അവരേതാണ്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടുത്തെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ മന്ത്രിമാരെ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പാർട്ടികളൊന്നും മന്ത്രിസ്ഥാനം വേണ്ട എന്ന് പറഞ്ഞ് പുറത്തുനിന്ന് പിന്തുണക്കാനാണ്. അതുകൊണ്ട് തന്നെ വിജയ് കോൺഗ്രസിൻ്റെ ഓഫീസിൽ പോയില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല, അവർ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തോളൂ എന്ന് വിജയ്ക്കറിയാം. പക്ഷേ വിജയ് ഇടതുപക്ഷ മുന്നണികളുടെ, ജനാധിപത്യ മുന്നണിയിലെ പാർട്ടികളായിട്ടുള്ള, നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാർട്ടികളായിട്ടുള്ള CPI-യുടെയും CPM-ൻ്റെയൊക്കെ ഓഫീസുകൾ വിസിറ്റ് ചെയ്യുകയും അവരോട് അദ്ദേഹം വളരെയധികം നന്ദി അറിയിക്കുകയും ചെയ്തു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ കൂടി വിചാരിക്കുന്നത് വിജയ്ക്ക് കൂടി നല്ലതായിരിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ജനപക്ഷത്ത് നിന്നുള്ള നടപടികൾ എടുക്കുന്നതിന് CPI-യുടെയും CPM-ൻ്റെയും ഒക്കെ പുറത്തു നിന്നുള്ള പിന്തുണ കൂടി അവർക്ക് വലിയ ഉപകാരം ചെയ്യും. കാരണം അവരുമായിട്ടുള്ള ചർച്ചകളൊക്കെ തന്നെ വലിയ പ്രയോജനപ്പെടും എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി CPM ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കുന്നതിന് വളരെ വളരെ നന്ദി. കാരണം ഒരു അധികാരത്തിൻ്റെ പുറകെ പോകാതെ, അധികാരം വളരെ സിമ്പിളായി കിട്ടുമായിരുന്നിട്ട് പോലും, ഒരു മന്ത്രിസ്ഥാനം വളരെ എളുപ്പത്തിൽ വിജയ് കൊടുക്കുമായിരുന്നിട്ട് പോലും അത് വേണ്ടാന്ന് വെച്ചുകൊണ്ട് പുറത്തുനിന്ന് പിന്തുണക്കാൻ തീരുമാനിച്ചത് നന്നായി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തങ്ങളുടെ നയങ്ങളോ തങ്ങൾക്ക് മാത്രമുള്ള നിലപാടുകളൊന്നുമായിട്ടൊരു ഗവൺമെൻറ് ഉണ്ടാവില്ല എന്നുള്ളത് CPM-നും CPI-ക്കും ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് പുറത്തുനിന്ന് തന്നെ പിന്തുണക്കാം എന്ന് വിചാരിച്ചാൽ മതി എന്നുള്ളതാണ്. 60-ലധികം സീറ്റുകൾ ഒരു കാലത്ത് ഉണ്ടായിരുന്നിട്ടും ഇന്ത്യൻ ഗവൺമെൻറ്റിൽ മന്ത്രിസ്ഥാനമൊന്നും എടുത്തിരുന്നില്ല. അത്തരം നിലപാടുകൾ തുടരാൻ കഴിയുന്നതിന് പ്രത്യേക അനുമോദനം CPM-നും CPI-ക്കും ഒക്കെ. കൂട്ടത്തിൽ വിജയനും എൻ്റെ അഭിനന്ദനങ്ങൾ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നതിന്.
നമ്മുടെ ചാനലിനെ കുറിച്ച് കൂടി ഒരു കാര്യം, ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതല്ല. ചാനലിൽ നിരവധി ആളുകൾ നമ്മുടെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. വളരെ സന്തോഷം. എടുക്കാത്തവർ അത് എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. സബ്സ്ക്രിപ്ഷൻ ബട്ടൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ ജോയിൻ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലെവൽ 1-ൽ 179 രൂപയാണ്, ലെവൽ 2-ൽ 359 രൂപയാണ്, ലെവൽ 3-ൽ 700 രൂപയിലധികമാണ്. അത്തരത്തിൽ നിങ്ങളെക്കൊണ്ട് കഴിയാവുന്ന മെമ്പർഷിപ്പുകൾ എടുക്കാം. ആ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വീഡിയോകൾ നേരത്തെ കാണാം എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് വലിയ അഡ്വാൻറ്റേജ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ളൊരു കാര്യം വെച്ചിരിക്കുന്നത്. ഇനി അതല്ല, നിങ്ങൾക്കിത് മന്ത്ലിയുള്ള സബ്സ്ക്രിപ്ഷനാണ്, മെമ്പർഷിപ്പാണ്. അപ്പോൾ അതല്ല, നിങ്ങൾക്ക് ഒറ്റത്തവണയായിട്ട് നേരിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, കാരണം ഇതിനൊക്കെ വലിയ ഫണ്ട് ചിലവുണ്ട് ഇത് നടത്തിക്കൊണ്ട് പോകാൻ എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ആലോചിക്കണം. കൂടാതെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ആലോചിക്കുന്നുണ്ട് എന്നുള്ളത് ആലോചിക്കണം. അപ്പോൾ അത്തരത്തിൽ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ആവശ്യമുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഗൂഗിൾ പേ നമ്പറും അതുപോലെ തന്നെ താഴെ അക്കൗണ്ട് നമ്പറും കൂടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. സബ്സ്ക്രിപ്ഷൻ അല്ലാത്തവർ, ഇനി ഇത് എടുക്കാൻ കഴിയാത്തവരോട് നമുക്ക് ഒരു സ്നേഹം മാത്രമേ ഉള്ളൂ. നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടല്ലോ, വീഡിയോ കണ്ടുകൊണ്ടും താഴെ കമൻറ്റുകൾ രേഖപ്പെടുത്തിക്കൊണ്ടും തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു.